സോ ഹായ് എവരിവൺ, വെൽക്കം ടു ഈസിറ്റ് ബി അക്കാഡമി. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറഞ്ഞ IBSD ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ പറയുന്ന IBSD ഇന്റർവ്യൂവിന് പോകുന്നവർ കാണും. അപ്പം അവർക്കൊരു ഗൈഡൻസ് എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ജൂൺ 1 മുതൽ അല്ലേ ഈ പറയുന്ന ഇന്റർവ്യൂ തുടങ്ങുകയാണ്. ഇനിയുള്ള ഒരു 10-25 ദിവസത്തേക്ക് ഈ പറയുന്ന ഇന്റർവ്യൂ കാണും. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവർ കാണും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്രിപ്പറേഷൻസ് എങ്ങനെ കൊണ്ടുപോകണം, അതേപോലെ തന്നെ ഇന്റർവ്യൂ ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ നിങ്ങൾ ആ ഇന്റർവ്യൂ ഡേ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇന്റർവ്യൂയുടെ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുക അല്ലെ, ഡേറ്റ് കിട്ടുകയാണ്. അപ്പൊ നാളെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന നാളെയാണ് ഇന്റർവ്യൂ എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ തന്നെ നിങ്ങളുടെ സെന്റർ ഏതാണോ ആ സെന്ററിൽ വളരെ നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക ആദ്യം തന്നെ. ഓക്കെ, നിങ്ങൾ എല്ലാവരും തന്നെ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന ഓൾറെഡി നിങ്ങളുടെ ഈ പറയുന്ന ഫോംസ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഫില്ലപ്പ് ചെയ്ത് അല്ലെ പറയുന്ന 2 SSQ ഫോംസ് എല്ലാം കൊണ്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ ആ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ആ സെന്ററിൽ ചിലപ്പോൾ ഒരു സെന്റർ വെച്ചായിരിക്കും ഈ പറയുന്ന ഇന്റർവ്യൂ നടക്കുക. അതില് തന്നിരിക്കുന്ന ഏത് സെന്റർ ആണോ അവിടെ ഒരു 30 മിനിറ്റ്സ് മുമ്പെങ്കിലും എന്ത് ചെയ്യാവുന്ന എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം പൊതുവെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു എൻട്രി ആണ്. എൻട്രിയിൽ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ സെക്യൂരിറ്റി മറ്റു പരിപാടികളൊക്കെ എന്ത് ചെയ്യും അവിടെ നോക്കുക. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ക്യാരി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടോ എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഫ്രിസ്കിംഗ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പൊതുവെ ഈ എൻട്രിയിൽ നടക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് കൊണ്ടുപോകും. അതായത് നിങ്ങളുടെ പക്കലുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് കാണുമല്ലോ. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ള നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ കാണാം. ഓക്കെ, അതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് പൊതുവെ കളക്ട് ചെയ്ത് വെക്കുകയും ചിലപ്പോൾ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തിരിച്ചു തരും. ഓക്കെ, പൊതുവെ അതൊന്നും അവർ വെക്കാറില്ല. നിങ്ങൾക്ക് പൊതുവെ ആ ഡോക്യുമെന്റ്സ് എല്ലാം തരും. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് മറ്റേ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം ശരിയാണോ എന്നുള്ളത് മാത്രം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അടുത്തത് വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഒരു വെയിറ്റിംഗ് ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും. നിങ്ങളുടെ കൂട്ട് തന്നെ ഈ പറയുന്ന ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാണും. അപ്പൊ അവരെല്ലാം തന്നെ ഈ പറയുന്ന ഇരുത്തിയതിനു ശേഷം ഈ പറയും ചിലപ്പോൾ 5 അല്ലെങ്കിൽ 6 പേര് വെച്ചിട്ടായിരിക്കും ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്തതിനു ശേഷം ആളുകൾ ഇരുത്തുക. അതിനുശേഷമായിരിക്കും നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ടൈം എത്താറാകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യും, ഇന്റർവ്യൂവിന് വിളിക്കും. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ പാനലിന് മുന്നിലേക്ക് ചെല്ലും. അതിനുശേഷം കുറച്ച് ചോദ്യങ്ങൾ കാണും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഫേസ് ചെയ്യാൻ ശേഷം നിങ്ങൾ എന്ത് ചെയ്യും പുറത്തിറങ്ങി വരാൻ കേട്ടോ. അപ്പൊ ആ സമയങ്ങളിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ പോകുന്ന സമയങ്ങളിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഈ പറയുന്ന പോകുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു മെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കാണും. ആ മെയിലിനകത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അല്ലെ, നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിലിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഇപ്പോൾ SSQ ഫോംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ IBA റിലേറ്റഡ് ആയിട്ട് അപ്ഡേറ്റുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ അതിനകത്ത് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെ ഡോക്യുമെന്റ് കൊണ്ടുപോകണമെന്ന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. അതിന്റെ കൂട്ടത്തില് ഈ പറയുന്ന നിങ്ങളുടെ കോൾ ലെറ്റർ, ഈ പറയുന്ന ഇന്റർവ്യൂവിന് പോകുന്ന കോൾ ലെറ്റർ കാണും. അതിന്റെ ഫോട്ടോഗ്രാഫ്സ്, ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് കാണുമല്ലോ, നിങ്ങളുടെ ഈ പറയുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ഒന്ന് കയ്യിൽ കരുതുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരില്ലായിരിക്കും. ഈ കോൾ ലെറ്റർ ഒക്കെ എന്തായാലും വേണ്ടി വരും. ചിലപ്പോൾ ഫോട്ടോഗ്രാഫ്സ് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരില്ല. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഒന്ന് കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ID പ്രൂഫ് ആയിട്ട് ആധാർ എന്തായാലും കൈ വെക്കുക. ആധാർ ഉള്ളവർ ആധാർ കൈ വെക്കുക. അതേപോലെ തന്നെ പാസ്പോർട്ട് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കൈ വെക്കുക. ഓക്കെ, വോട്ടർ ID ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് നിർബന്ധമാക്കി എന്ത് ചെയ്യുക കയ്യിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ മാർക്ക് ഷീറ്റും അതേപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ചിലപ്പോൾ ഈ പറയുന്ന കേരള യൂണിവേഴ്സിറ്റിന്നോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്നൊക്കെ പഠിച്ചിറങ്ങുന്നവരായിരിക്കും നിങ്ങൾ അല്ലെ. ഇപ്പൊ ആ സമയങ്ങളിൽ 2 സർട്ടിഫിക്കറ്റ് കാണും. ഒന്നെന്ന് പറയുന്നത് ഡിഗ്രി പാസ്സായി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും കാണും. നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അടങ്ങുന്ന മറ്റു സർട്ടിഫിക്കറ്റും കാണും അല്ലെ. ആ 2 എണ്ണവും കയ്യിൽ കരുതുക. അതിന്റെ കോപ്പീസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഡൊമീസിയൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അതും കയ്യിൽ കരുതുക. അതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി നിങ്ങളുടെ മെയിലിൽ കാണും. അതും കൂടെ എന്ത് ചെയ്യുക കയ്യിൽ കരുതുക. പിന്നെ കാസ്റ്റ് കാറ്റഗറി പൊതുവെ പറയും OBC SC ST വിഭാഗത്തിൽപ്പെടുന്നവര്, അതേപോലെ തന്നെ EWS വിഭാഗത്തിൽപ്പെടുന്നവര് അല്ലെ. അപ്പൊ നിങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന റിസർവ്ഡ് കാറ്റഗറി ആണെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ച് അപേക്ഷകളൊക്കെ സമർപ്പിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാം തന്നെ 2 കോപ്പികൾ. ഓക്കെ, ഇതിൽ കൂടാതെ കൂടുതൽ സർട്ടിഫിക്കറ്റ്സിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യാൻ അത് പ്രതിപാദിക്കുന്നുണ്ടാകും. ഓക്കെ, ചിലപ്പോൾ 10th +2 അതേപോലെ തന്നെയുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രതിപാദിക്കും. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യുന്നു കയ്യിൽ കരുതുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും കേട്ടോ. അടുത്തതാണ് ഈ പറയുന്ന ഇന്റർവ്യൂ ഏരിയയിലേക്ക് കടക്കുക എന്ന് പറയുന്നത്. അത് വളരെ ക്രൂഷ്യൽ ആയ ഒരു സമയം തന്നെയാണ് അല്ലെ. നിങ്ങൾ ഈ പറയുന്ന ഓൾറെഡി ഫ്രിസ്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യും ഒരു കൂട്ടം ആളുകളുടെ മുന്നിലായിരിക്കും വന്നിരിക്കുക അല്ലെ. അപ്പൊ ആ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങളെ ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാനലിനകത്ത് 3 അല്ലെങ്കിൽ 4 അധികം എന്ത് ചെയ്യുന്നുണ്ട് ഓഫീസേഴ്സ് മുന്നിൽ കാണും. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യരുതാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഡു നോട്ട് സ്പ്രേ ഹെവി പെർഫ്യൂംസ് ഓർ കൊളജൻസ് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന രീതിയിൽ
ഒരുപാട് പെർഫ്യൂംസ് ഒന്നും അടിച്ചു പോകേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ പറയുന്നത് നല്ല മണം, അതായത് ഈ പറയുന്ന മൂക്കിലെ തുളച്ചു കയറുന്ന മണമുള്ള വലിയ പെർഫ്യൂംസ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. രാവിലെ ഒന്ന് കുളിച്ച് വൃത്തിയായിട്ടൊന്ന് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലപ്പോൾ അതിനകത്ത് ഓൾറെഡി നിങ്ങൾ ഡ്രസ് കോഡിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടാകും. എന്നിരുന്നാലും ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ളതും ഒരുപാട് ഈ പറയുന്ന ഡിസൈൻ ഉള്ളതുമായിട്ടുള്ള ഷർട്ട്സോ അല്ലെങ്കിൽ പറയുന്ന പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് ഡിസൈനും എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന സാരിയോ അല്ലെങ്കിൽ പറയുന്ന ചുരിദാർ ഇടുന്നതിനേക്കാളും നല്ല ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഷർട്ട്സ് അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ കുർത്താസൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലത്. ഈ പറയുന്ന രീതിയിൽ ആമ്പിള്ളാരൊക്കെ ആണെങ്കിൽ പൊതുവെ ഈ പറയുന്ന ലൈറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഒന്നെങ്കിൽ ഈ പറയുന്ന വൈറ്റ് ഷർട്ട്സ്, ഒരു ബ്ലാക്ക് പാന്റ് വിത്ത് ഫോർമൽ ആയിട്ടുള്ള ഷൂസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഇവിടെ കിട്ടും അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഈ പറയുന്ന നേവി ബ്ലൂ ഷർട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് പാന്റ് അല്ലെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് പറ്റും, പൊതുവെ ഇന്റർവ്യൂസിനൊക്കെ എന്ത് ചെയ്യുന്നു ഉപയോഗിച്ച് കണ്ടിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇടേണ്ട ആവശ്യമില്ല, വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കളർ കോഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്റർവ്യൂവിന് പോകുന്ന സമയങ്ങൾ നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്ന കുറച്ച് കളർ കോഡ് ഉണ്ട്. ഒരുപാട് ഡാർക്ക് അല്ലാത്ത കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. കളേഴ്സ് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നത് എന്താണ്, ഫ്ലൂറസെന്റ് പച്ചയൊന്നും ഇട്ടുകൊണ്ട് പോകരുത്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ പറയുന്ന പ്ലസന്റ് ആയിട്ട് നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കണം. പിന്നെ ആമ്പിള്ളാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷേവ് ചെയ്യാനും അതേപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തൊക്കെ പോകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ നെയിലും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വൃത്തിയാക്കിയ ശേഷം എന്ത് ചെയ്യാൻ പോകുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇപ്പൊ അതേപോലെ തന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് നോട്ട് പേസ് ഓൺ നെർവസ്ലി, അതായത് ഈ പറയുന്ന ചില സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ആളുകൾ നമ്മളുടെ ഇരുത്തുന്ന സമയമുണ്ടല്ലോ, ഒരു കൊണ്ടുവരുത്തുന്ന സമയങ്ങളിൽ ഒടിഞ്ഞു കുത്തിയിരിക്കുക, ടെൻഷൻ അടിക്കുക, കൈയും കാലും വിയർക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക, അങ്ങനെ പ്രവണത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം, വളരെ കൂളായിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മറ്റ് ചിലപ്പോൾ ജോലികളായി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കുക. അല്ല ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഇതിന്റെ മുകളിലുള്ള ചിലപ്പോൾ SI കിട്ടിയില്ല, IBACO നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം അല്ലേ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ എന്നെ കൊണ്ട് കഴിയുമെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എനിക്ക് ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കുക. വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ മറ്റ് സ്കില്ലുകളൊക്കെ. നിങ്ങളുടെ ഈ പറയുന്ന ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട നോളജും മറ്റു കാര്യങ്ങളെല്ലാം ഓൾറെഡി ടെസ്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങളെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് അറിയണം, നിങ്ങൾ പേഴ്സണാലിറ്റിയെ പറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് നെർവസ് ആവാതെ അല്ലെ, ഒടിഞ്ഞു കുത്തിയിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ രീതിയിൽ തടിക്ക് കൈയും കൊടുത്തിരിക്കുക അല്ലെ. അതേപോലെ തന്നെ വളരെ വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ഒരു മനസ്ഥിതി മാറ്റിയ ശേഷം വളരെ പ്രസന്റ് ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പൊതുവെ ആളുകൾ ചെയ്യാറുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നോട്ടും കൊണ്ട് പോകുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ഇന്റർവ്യൂവിന് പോകുന്നതിന് ഒരുപാട് നോട്ടും കൊണ്ട് കയറുന്നത് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടോ, തലേന്ന് അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ എന്ത് പഠിച്ചോ അത് മാത്രം മതി. നിങ്ങൾ ഒരുപാട് പഠിക്കണം. നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ പഠിക്കുന്ന കാര്യം അവിടെ എന്താണ്, അവിടെ പോയി അവതരിപ്പിക്കുക എന്നുള്ളതല്ല അവിടെ എന്ത് ചെയ്യുന്ന നിങ്ങളുടെ ഒരു രീതി പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്താണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാണാൻ പഠിച്ചുകൊണ്ട് പോകുക എന്നുള്ള രീതി ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ന്യൂസ് പേപ്പർ രാവിലെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അതിന്റെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഹെഡ്ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ വലിയ നോട്ടുകളൊന്നും ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങുന്ന ഒരുപാട് സുഹൃത്തുക്കൾ കാണാം. ഓക്കെ, അപ്പൊ അവരെ കുറിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഏതൊക്കെ ചോദ്യം ചോദിച്ചു, അവന്റെ ചോദ്യം ചോദിച്ചതിനകത്ത് ഉത്തരങ്ങൾ നേടിയ ശേഷം ഈ പറയാൻ ചോദിച്ചതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന പ്രവണതയുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അവനോട് ചോദിച്ച ചോദ്യം തന്നെ നിങ്ങൾ ചോദിക്കണം, യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒന്നും ചോദിച്ചില്ലെന്ന് വരാം. ഓക്കെ, പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്റർവ്യൂവിന് കയറി കഴിയുന്ന സമയങ്ങളിൽ ചിലപ്പോൾ 5 മിനിറ്റോ ചിലപ്പോൾ 2 മിനിറ്റോ 10 മിനിറ്റുള്ളിൽ അവൻ ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരാം. ചിലപ്പോൾ അരമണിക്കൂർ എടുത്തെന്ന് വരും, ചിലപ്പോൾ 10 മിനിറ്റ് എടുത്തെന്ന് വരും, ചിലപ്പോൾ 5 മിനിറ്റുള്ളിൽ തന്നെ ഇറങ്ങി വരാന്ന് വരും. ഓക്കെ, അപ്പൊ അത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താണ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, നിങ്ങളുടെ ഈ പറയുന്ന മാക്സിമം ഔട്ട്കം എത്രത്തോളം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ അത് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, ഈ പറയുന്ന ഒരുപാട് ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരുപാട് ഓർണമെന്റ്സ് ഒന്നും ഇട്ടുകൊണ്ട് പോകാതെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് കളഞ്ഞു പോകും ഇത് കളഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും എന്തില്ല നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ തന്നെ എന്ത് ചെയ്യും, വിട്ട് നമ്മളിതിനെ കറക്കും. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഫേക്ക് ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പം ചിലപ്പോൾ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാല സമയങ്ങളൊക്കെ ഒരുപാട് കള്ളത്തരൊക്കെ ചെയ്തവർ കാണും. അല്ലെങ്കിൽ കുസൃതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പറയുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് പറ്റിച്ചെന്ന് വരും അല്ലെ. അല്ലെങ്കിൽ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ കോപ്പി അടിച്ച് എഴുതിയെന്ന് വരും. ഓക്കെ, അപ്പൊ കോപ്പി അടിച്ചപ്പോൾ എഴുതിയെന്നുള്ളത് നമ്മുടെ മനസ്സിൽ കാണും. പക്ഷെ നമ്മൾ അവരോട് മുന്നിൽ അവതരിപ്പിക്കുന്ന സമയങ്ങൾ നമ്മൾ എന്ത് കാണും, ഞാൻ ഇച്ചിരി കൂടെ നല്ല വ്യക്തിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉത്തരം ഫ്രെയിം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. നിങ്ങൾ എത്രത്തോളം ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ചാലും അവിടെ സൈക്കോളജിസ്റ്റിന് മനസ്സിലാവും നിങ്ങൾ ഫ്രെയിം ചെയ്യുകയാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, വളരെ എന്താണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അവർ ഒരുപാട് പേരെ കണ്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒരു ഉത്തരം ഫ്രെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ അവർക്ക് അറിയാം നിങ്ങൾ ഫ്രെയിം ചെയ്യുകയാണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ,
അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ അതിന് തലേന്നത്തെയോ അന്നത്തെയോ പത്രം കിട്ടുവാണെങ്കിൽ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്ന് വായിച്ചു പോകുന്നത് എന്തായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ അല്ലേ? ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോമാറ്റ്, പൊതുവെ ഇപ്പോൾ ഇന്റർവ്യൂസിന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പിയും ചിലപ്പോൾ നിങ്ങളെ ഒന്ന് വിളിക്കും. ഓക്കെ, ചിലപ്പോൾ ചെസ്റ്റ് നമ്പർ ആയിരിക്കും ചിലപ്പോൾ നൽകുക. അപ്പൊ ചെസ്റ്റ് നമ്പർ ആണെങ്കിൽ ചിലപ്പോൾ പേരായിരിക്കും ചിലപ്പോൾ വിളിക്കുക. അപ്പം സപ്പോസ് യു ആർ നെയിം സാം എന്നാണ് വിചാരിക്കും. അപ്പൊ സാം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കയറി വരാൻ പറയും. അപ്പൊ സാം ഇപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ആദ്യമേ ഡോറൊന്ന് തുറക്കുക. ഡോർ ചിലപ്പോൾ ഓൾറെഡി തുറന്നു തരുമായിരിക്കും. നിങ്ങൾ കയറുക. കയറിയ ശേഷം നിങ്ങൾ നെർവസ് ആവാതിരിക്കുക. ഒരുപാട് പേരുണ്ട് ഇപ്പം തുറന്ന ഡോർ അടയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. ഈ പറയാൻ ചിലപ്പോൾ ഓൾറെഡി അടയുന്ന ഡോർ ആയിരിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യുക, അത് തന്നെ തന്നെ അടച്ചോളും. അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. ഓക്കെ, ഒരുപാട് തള്ളി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, രണ്ടാമത് പറഞ്ഞ വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്നിരിക്കുക. ചിലർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി നടന്നു വരും, അവിടെ ആദ്യം വന്ന് ഇരിക്കും. ഇരുന്നതിന് ശേഷം എന്ത് ചെയ്യും, പിന്നെ പോയി വിഷ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യമേ നിങ്ങൾ ഡോർ തുറക്കുക. ഡോർ ചെല്ലുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും ഈ പറയുന്ന രീതിയിൽ. പൊതുവെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും ഈ പറയുക ചിലപ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പൊതുവെ അങ്ങനെ അതിന്റെ ആവശ്യം വരത്തില്ല. ഡോക്യുമെന്റ്സ് കൊണ്ട് നമ്മൾ കൈ വെക്കുക. ഇവിടെ ചെല്ലുക, കസര എടുത്തോട് ചെല്ലുക, അല്ലെ കസര എടുത്തോട് ചെല്ലുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ വിഷ് ചെയ്യുക. ചിലപ്പോൾ 4 പേരായിരിക്കും പൊതുവെ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ അതിപ്പോൾ ലേഡീസും കാണും, ജെന്റ്സും കാണും. അപ്പൊ ഈ പറയുന്ന രീതിയിൽ അവരെ പൊതുവെ ചേർന്ന് ഗുഡ് മോർണിംഗ് സാർ ആൻഡ് മേഡം എന്ന് പറയും. അതിന്റെ ആവശ്യമില്ല. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മേഡം, 2 പേർക്കും എന്ത് ചെയ്യുക, വിഷ് ചെയ്യണം. ഓക്കെ, സാർ ഉണ്ടെങ്കിൽ സാർ എന്ന് വിഷ് ചെയ്യണം, മേഡം ഉണ്ടെങ്കിൽ മേഡം എന്ന് എന്ത് ചെയ്യുക, വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയങ്ങളിൽ, ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ നടത്തുന്ന സമയങ്ങളിൽ നിങ്ങൾ ആരാന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻട്രൊഡക്ഷൻ നടത്തുന്നത്. അത് നിങ്ങൾ അധികം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾ ആരാണ്, എന്ത് പഠിച്ചു, എവിടെ നിന്ന് വരുന്നു, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തെല്ലാമാണ്, നിങ്ങളുടെ അക്കംപ്ലിഷ്മെന്റ്സ്. ഇപ്പോൾ NCC ഉള്ളവർ കാണും, SPC ഉള്ളവർ കാണും, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കാണും, JRC കാണും, NSS കാണും, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് കാണും, ആർട്സ് കാണും, ലിറ്ററേച്ചറിൽ കാണും, അല്ലെ? അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉള്ളവർ, കരാട്ട, കുങ്ഫു അങ്ങനെയുള്ള ഈ പറയുന്ന ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തവരായിരിക്കും നിങ്ങൾ, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പ്രതിപാദിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ എന്ത് പഠിച്ചു. ചിലപ്പോൾ പ്ലസ് 2 ചിലപ്പോൾ സയൻസ് പഠിച്ചിട്ട് പോയിട്ട് ചിലപ്പോൾ BA ഇംഗ്ലീഷ് ചെയ്തവർ കാണും, അല്ലെ? സയൻസ് പഠിച്ചിട്ട് പോയിട്ട് ഇപ്പൊ മാത്തമാറ്റിക്സ് എടുത്തവർ കാണും, ഫിസിക്സ് എടുത്തവർ കാണും. അപ്പൊ പൊതുവെ ഒരു ചോദ്യം വരാൻ, എന്തുകൊണ്ട് ഫിസിക്സ് എടുത്തു, എന്തുകൊണ്ട് മാത്സ് എടുത്തു? ഉത്തരം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും, ചിലപ്പോൾ എനിക്കറിയില്ല, ഞാൻ ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഈ പറയുന്നത് എനിക്ക് ഇഷ്ടം ചിലപ്പോൾ മാത്സ് ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ബന്ധപ്പെട്ടുള്ള ബേസിക്കായ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമ്മൾ എവിടെ നിന്ന് വരും, ചിലപ്പോൾ നിങ്ങൾ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഹോം ടൗൺ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പാളയത്ത് നിന്ന് വരുന്നവരായിരിക്കും, അല്ലെ? ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ എന്താണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് വരുന്നവരായിരിക്കും, അല്ലെ? അപ്പൊ ഈ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ കാണും, അല്ലെ? അപ്പൊ ഈ പറയാൻ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്, അതിനെപ്പറ്റി നല്ലൊരു ബോധം ഉണ്ടാവണം. എത്ര സെൻസസ് ഉണ്ടായിരുന്നു, എത്രത്തോളം മെയിൽ ടു ഫീമെയിൽ റേഷ്യോ, അവിടെ പ്രധാനമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോണ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അത്, അതിന് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത്, അല്ലെ? അതേപോലെ തന്നെ അടുത്ത ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്, അല്ലെ? അതേപോലെ അതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ നിങ്ങൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഇൻഫോർമേഷൻസ് എന്തെല്ലാം ഉണ്ട്, അതൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്യുക. പിന്നെ വെച്ചാൽ എന്താണ് IB, എന്തുകൊണ്ട് IB തിരഞ്ഞെടുക്കുന്നു, എന്താണ് ഇന്റലിജൻസ് എന്നുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കാണും. ചിലപ്പോൾ ചോദിച്ചില്ല എന്നും വരും. വളരെ ഫോർമലായ ചോദ്യങ്ങൾ മാത്രമായിരിക്കും വരിക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് IB എന്നുള്ളത് വായിച്ചു വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പേരിന് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളത്. പിന്നെ ഹോബീസ് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. തീർച്ചയായിട്ടും ഹോബീസ് ഉണ്ടെങ്കിൽ ഹോബീസ് ഉണ്ടെന്ന് തന്നെ പറയുക. ഹോബിയായിട്ട് ബന്ധപ്പെട്ട ക്രിക്കറ്റ് ആണെങ്കിൽ അടുത്തിടന്ന് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ടൂർണമെന്റ്സ് എന്തെല്ലാമാണ്, ആരൊക്കെ ജയിച്ചു, അല്ലെ? ഈ അടുത്തിടെ ഇപ്പൊ RCB ജയിച്ചതേ ഉള്ളൂ, അല്ലെ? RCB ജയിച്ചതേ ഉള്ളൂ IPL. അപ്പൊ RCB ജയിച്ചു, എത്ര പന്ത് ജയിച്ചു, ആരായിരുന്നു ഈ പറയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഫുട്ബോൾ ആണെങ്കിൽ ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്ന ഫിഫയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ? ഈ പറയുന്ന ചിലപ്പോൾ ഹോക്കി ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടം, ചിലപ്പോൾ ക്യാരംസ് ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ചെസ് ആയിരിക്കും ഇഷ്ടം, പ്രജ്ഞാനന്ദയും അതേപോലെ തന്നെ ഗുഗേഷിനെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ബന്ധപ്പെട്ട് നിങ്ങളുടെ മേഖല ഏതാണ്, ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഡാൻസ് ഒക്കെ ആണെങ്കിൽ ഈ അടുത്ത പത്മഭൂഷൺ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറ്റിയൊക്കെ എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആഭ്യന്തര സുരക്ഷ, അതിർത്തികളെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. പിന്നെ ജിയോ പൊളിറ്റിക്സ് ബന്ധപ്പെട്ട് ഇപ്പൊ മാറുന്ന ജിയോ പൊളിറ്റിക്സ് അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇന്റർണൽ ടെൻഷൻസ്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ടെൻഷൻസ്, ഈ പറയുന്ന രീതിയിൽ യുദ്ധങ്ങൾ, കംബോഡിയ, തായ്ലൻഡ്, ഈ പറയുന്ന ചൈന ജപ്പാനുമായിട്ട്, അതേപോലെ തന്നെ ഈ പറയുന്ന മറ്റ് തായ്ലൻഡുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്ട്സുകൾ, ഇന്ത്യ ചൈന, ഇൻഡോ പാകിസ്ഥാൻ, ഇൻഡോ ബംഗ്ലാദേശ്, അല്ലെ? അതേപോലെ തന്നെ മ്യാൻമറിൽ ഉണ്ടാകുന്ന ടെററിസം സംവിധാനങ്ങൾ, പാകിസ്ഥാനിൽ ഈ പറയുന്ന അടുത്തിടെ നടന്നിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ട് അമേരിക്ക പിന്മാറുന്നു, അതേപോലെ തന്നെ ഹോർമുസ് കടലെടുക്കുക ബന്ധപ്പെട്ടത്, സുഡാനിലെ ഇന്റേണൽ കോൺഫ്ലിക്ട്സുകൾ ഏതെല്ലാമാണ്, അതേപോലെ തന്നെ ഇസ്രായേൽ, പാലസ്തീൻ, യമന്,
അതേപോലെ തന്നെ ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇസ്രായേൽ, ഇറാൻ, US വെനസ്വല, US ക്യൂബ, അല്ലെ, അതേപോലെ US കാനഡ, US ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഏതെല്ലാം രാജ്യങ്ങൾ പിന്മാറുന്നുണ്ട്, പുതിയ രാജ്യങ്ങൾ കയറിയിട്ടുണ്ടോ, നാറ്റോയിൽ നിന്ന് ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടോ, അല്ലെ, അതേപോലെ തന്നെ ഒപ്പേക്കിൽ നിന്ന് പിന്മാറിയ രാജ്യങ്ങൾ ആരെല്ലാമാണ്, ബ്രിക്സ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ഏതെല്ലാമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. പ്രതിരോധവും വിജ്ഞാനം ശാസ്ത്ര ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഈ പറയുന്ന ISROയുടെ ഈ അടുത്ത സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്ന എന്താണ് സെക്യൂരിറ്റി വീഴ്ചകളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്തായാലും സംഭവം എന്നൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട അടുത്തുള്ള നാട്ടിലുള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട നമ്മൾ പഠിച്ചു പോകുന്ന ഹിസ്റ്ററി ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ആദ്യകാല കേരള രൂപീകരണം ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് സോഷ്യോ പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്ത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ചോദിച്ചെന്ന് വരത്തില്ല, കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ തൊട്ടൂന്നേ വരത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഇന്റർണൽ ടെൻഷൻസ് ചോദിച്ചെന്നേ വരത്തില്ല, ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് ഇപ്പോൾ ലോജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, ഇത് ചോദിക്കണം നിർബന്ധമില്ല, ഇതില്ലാതെ ചിലപ്പം ചില ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ ആ ദിവസത്തെ പത്രവാർത്ത അടിസ്ഥാനപ്പെടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കുശലം ചോദിക്കുന്ന പോലെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നും വരാം. ഓക്കെ, ഇതെല്ലാം വരണം യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഈ രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി എല്ലാ പോസിബിലിറ്റീസ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഒന്ന് ക്രമസമാധാനമായി ബന്ധപ്പെട്ട ചോദ്യം. ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, ഇതിങ്ങനെ ചോദിക്കണം യാതൊരു നിർബന്ധമില്ല. ഓക്കെ, നിങ്ങളൊരു ജില്ലയിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ പെട്ടെന്ന് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ രീതിയിലുള്ള വർഗീയ സംഘർഷം, കമ്മ്യൂണൽ റൈറ്റ്സ് പുറപ്പെടുന്നു. തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഫോഴ്സ് കുറവാണ്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും നോക്കുക. അപ്പൊ നിങ്ങൾ ആ ചോദ്യം എന്ത് ചെയ്യും, ഒന്ന് എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങളൊന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും തിരുത്തുക. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം കേട്ടോ. അല്ല അത് ഈ പറയാൻ കാണാൻ പഠിക്കാന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ തെറ്റ് വരുത്തുന്നത്, നിങ്ങൾ ഏത് മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കും ഇത് പറയുന്ന തെറ്റിൽ വരാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ, സ്വയം അറിയുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെ, അടുത്തത് ഈ പറയുന്ന വ്യക്തിപരമായ പ്രതിസന്ധികൾ ഉണ്ടാകാം. അല്ലെ, അതായത് നിങ്ങളുടെ സഹോദര വിവാഹ നിശ്ചയമാണ് ഇന്ന്, എന്നാൽ കൃത്യം ഇതേ സമയത്ത് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് റെയ്ഡിൽ പങ്കെടുത്ത ഒരാളുടെ എന്താണ് മേലുദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ഈ പറയുന്ന ചോദിക്കാൻ സാധ്യത, നിങ്ങൾ ഈ പറയുന്ന കൺഫ്യൂഷൻ വരുത്താൻ സാധ്യതയുള്ളതായിരിക്കും. ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷെ നമ്മൾ ഉത്തരം നൽകേണ്ടത് ചിന്തിച്ചിട്ടായിരിക്കണം. ഓക്കെ, ചിന്തിച്ചിട്ട് വേണം ഉത്തരം നൽകാൻ. ചിലപ്പോൾ വളരെ സിമ്പിളായി ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഓക്കെ, അത് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയാണ്, നിങ്ങളൊരു ഭീകരവാദിയെ പിന്തുടർന്ന് പിടിക്കുന്നു. രാജ്യത്തെ വലിയ സ്ഫോടനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം, അയാളുടെ പക്കലുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യില്ല, അയാൾ ഒന്നും പറയുന്നില്ല. വിവരങ്ങൾ പുറത്തെടുക്കാൻ തേർഡ് ഡിഗ്രി എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നുമില്ല. രാജ്യസുരക്ഷയ്ക്കായിട്ട് നിങ്ങൾ നിയമം കയ്യിലെടുക്കുമോ അതോ നിയമം അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ചോദ്യമാണ്. അല്ലെ, ഇപ്പൊ രണ്ടും നിങ്ങൾ കൺസിഡർ ചെയ്യണം. അല്ലെ, നിങ്ങൾ ഈ പറയുന്ന നിയമപരമായ കാര്യങ്ങൾ നോക്കണം, ഈ പറയുന്ന എന്താണ് ഇൻഫോർമേഷൻ എടുക്കുകയും വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നിങ്ങൾ എന്ത് ചെയ്യുക, 2 വർഷത്തിന് പിടിച്ച് മുറുക്കുന്ന പരിപാടിയാണ്. അതായത് നിങ്ങൾ ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പൊതുവെ ചോദ്യകർത്ത ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ എങ്ങനെ ഉത്തരം നൽകുന്നു എന്നുള്ളതാണ്. അല്ലെ, ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇത് നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി അറിയാന്നുള്ളതാണ്. ഈ കറണ്ട് അഫയേഴ്സ് ചോദ്യം ചോദിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വളരെ ഗാധമായ അറിവുണ്ടോ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പറയുന്ന ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവബോധനാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് നല്ല എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന ചിന്തിക്കുന്നവരാണോ എന്നുള്ളത് മാത്രമേ അവർക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. അല്ലെ, അത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് അവർക്ക് അറിയണം. അല്ലെ, അത് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ല, നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ മുഗൾ ചരിത്രമോ അല്ലെങ്കിൽ പറയുന്ന ഇന്ത്യയുടെ ഹിസ്റ്ററി, പറയുന്ന ബ്രിട്ടീഷുകാർ ഇറയെ പറ്റി ഒന്നും അറിയണ്ട. കാരണം അത് ഓൾറെഡി നിങ്ങൾ ചെക്ക്ഡ് ആണ്. അല്ലെ, നിങ്ങൾ ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജിലൂടെ അത് നിങ്ങളെ ചെക്ക്ഡ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ ഇറർ ഒന്നും അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഈ പറയുന്ന രീതിയിൽ ഓൾറെഡി അതെല്ലാം ട്രാൻസ്ലേഷൻ അവർ കണ്ടതാണ്, അവർ വായിച്ച് മനസ്സിലാക്കിയതാണ്. അല്ലെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഒന്നും പൊതുവെ ഇല്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന എന്തെല്ലാമാണ്, നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ബേസിക് കാര്യങ്ങളെ അവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നിങ്ങൾ അതെന്ത് ചെയ്യുക, മറ്റൊരാളോട് തുറന്ന് പറയുകയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലെ, നിങ്ങളുടെ സത്യം പറയുന്നത് നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡ്രോബാക്കുകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ എന്താണ് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. ഇത് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആണ്. അതായത് നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ മാറ്റിയെടുക്കേണ്ടതായ ചില പോയിന്റുകൾ, ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ചിലപ്പോൾ ഇന്റലിജൻസ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞ ഫീൽഡ്, ചിലപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മറ്റ് ലോജിസ്റ്റിക്സോ സയൻസ് ആൻഡ് ടെക്കോ ആയിരിക്കും പറഞ്ഞിരിക്കുന്ന മേഖല. അപ്പൊ മേഖല തിരിച്ചറിയാൻ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ നിങ്ങൾക്ക് ഇത് സഹായകമാകും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇതിന് ഈ പറയുന്ന യോഗ്യനല്ല എന്നുള്ളതൊന്നും അല്ല. ഈ പറയുന്ന നിങ്ങൾ ഓൾറെഡി നിങ്ങളിപ്പോൾ ഔട്ടായ എന്ത് ചെയ്യുന്ന അർത്ഥമാക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്റർവ്യൂവിനൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് പറയാൻ മോക്കൊക്കെ ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ AZB അക്കാഡമിയിൽ നമ്മൾ ഈ പറയുന്ന IBSAക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ്.
ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇത്തരത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് ഈ പറയുന്ന എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ഈ പറയുന്ന ടയർ 3 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് അവിടെ അറിയുന്നതായിരിക്കും, നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഇന്റർവ്യൂ ഉള്ളവർ കാണും, ചിലപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്നവർ കാണും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയുന്ന ഒരുത്തിനോട് ചോദിച്ച് അവൻ എന്തൊക്കെയാണ് അവൻ്റെ അടുത്ത് ചോദിച്ചെന്നവർക്ക് മനസ്സിലാക്കി പേടിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെയാണ് വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്ത് അവിടെ നിങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് പോവുക, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, നിങ്ങളൊരു ഫ്യൂച്ചർ IB ഓഫീസറാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ കാണണം. ഓക്കെ, അപ്പൊ ഞാൻ IB ഓഫീസറാണ്, അപ്പൊ ഞാൻ ചെന്ന് കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു IB പാനൽ മുന്നിലേക്കാണ്, ഞാൻ ബ്രീഫിങ്ങിനാണ് പോകുന്നത് അല്ലെ, ഞാൻ ഈ പറയുന്ന ബ്രീഫിങ്ങിനാണ് പോകുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ പോവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ സൈന്യത്തിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ ആ ഡോറിന് മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഞാൻ സൈന്യത്തിലുള്ള വ്യക്തിയാണ്, ഞാൻ ഇന്ത്യൻ ആർമിയിൽ ഞാനൊരു ജവാനാണ്. ഓക്കെ, എന്നെ എന്താണ് സ്പെഷ്യൽ മിഷന് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ ഒരു ജവാനാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ എന്ത് കാണും, ഒരു കറേജ് വന്ന് നിറയും. ഓക്കെ, നിങ്ങൾ സ്പെഷ്യൽ മിഷന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ എന്ന രീതിയിൽ നിങ്ങളെ എന്തിന് പറഞ്ഞു വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു എന്താണ് ഒരു മിഷന് വേണ്ടി പറഞ്ഞു ബന്ധപ്പെട്ട് നിങ്ങളെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുകയാണെന്ന് മാത്രം ഓർത്ത് നിങ്ങൾ കയറിയാൽ മാത്രം മതി. കാരണം ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ പൊതുവെ ആളുകൾക്ക് ട്രബിൾ വരാൻ സാധ്യതയുള്ളൂ, ഒരു പേടി വരത്തുള്ളൂ. പിന്നെ ഒഴുക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പേടിയും കാണത്തില്ല. പിന്നെ ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ ഈ പറയുന്ന ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് പൊതുവെ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂ ബോർഡിനോട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്നെ സെലക്ട് ചെയ്യുമോ സാർ, എനിക്ക് എന്തെങ്കിലും ഈ പോരായ്മകൾ ഉണ്ടോ സാർ, ഈ പറഞ്ഞ രീതിയിൽ ഞാൻ എന്തൊക്കെയാണ് സാർ ഈ പറഞ്ഞ രീതിയിൽ ഇനി ഞാൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊന്നും പൊതുവെ ചോദിക്കാതിരിക്കുക. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടുള്ള ഈ പറയുന്ന ഇന്റർവ്യൂ ബോർഡിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതി അത് കാണാൻ പിടിച്ചുകൊണ്ട് പോകരുത്. നിങ്ങൾക്ക് തോന്നുന്ന ആ സമയത്ത് തോന്നുന്ന ഈ പറയുന്ന എന്താണ് IB എന്ന് ചോദിക്കരുത്. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ അത്യാവശ്യം ഈ പറയുന്ന ഇത് വളരെ ലോജിക്കലായിട്ട് ചോദിക്കാൻ പറ്റുന്നതും ഈ പറയുന്ന വളരെ കണ്ണിങ് ആയതും എന്നാൽ വളരെ ഡെപ്ത് ആയിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം, അങ്ങോട്ട് കയറിച്ചും ചോദിക്കരുത്, അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പറയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ എല്ലാവർക്കും നന്ദി പറഞ്ഞ് എല്ലാവർക്കും വിഷ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇറങ്ങി വരിക, വളരെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.